രാഷ്ട്രീയ കളി മലപ്പുറത്താണ്. ഉരുളുന്ന പന്തിനെ കരളിന് തുല്യമായി കാണുന്ന ഇവിടെ ഫുട്ബോളിനെ കുറിച്ചല്ലാതെ മറ്റെന്തിനെക്കുറിച്ച് പറയാൻ? മലപ്പുറത്തെ രാഷ്ട്രീയ കളിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ജയം ആർക്കൊപ്പമായിരിക്കും? രാഷ്ട്രീയ കളി തുടങ്ങുന്നു മലപ്പുറത്തെ ഫുട്ബോൾ ടർഫിൽ നിന്ന്. ഫുട്ബോൾ സ്പന്ദിക്കുന്ന മലപ്പുറത്ത് മുൻപ് കളി വയലുകളിലും പറമ്പുകളിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തരം സിന്തറ്റിക് ടർഫുകളിലേക്ക് കളി മാറിയിരിക്കുന്നു. വയലുകൾ നികത്തപ്പെടുകയോ അല്ലെങ്കിൽ വയലുകളിലേക്ക് കൃഷി തിരിച്ചെത്തുകയോ ചെയ്തപ്പോൾ അത്തരം കളിസ്ഥലങ്ങൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തരം സിന്തറ്റിക് ടർഫുകൾ മലപ്പുറത്ത് വ്യാപകമാണ്. ഇപ്പോൾ രാഷ്ട്രീയ കളിയുള്ളത് ബ്രീസ് ക്ലബ് എന്ന മലപ്പുറത്തെ ഒരു ടർഫിലാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ബ്രീസ് ക്ലബിൻ്റെ ഉടമസ്ഥൻ മുന്നാസ് നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്? ഇവിടെ സംബന്ധിച്ചിടത്തോളം 4 മാസമായി നമ്മൾ ഇത് 4 മാസം കഴിഞ്ഞു ഏകദേശം ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഡെയിലി ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ വെച്ചിട്ട് ഇവിടെ കളി നടക്കുന്നുണ്ട്. ഒരു 70-85 ആളുകൾ വന്നിട്ട് ഡെയിലി വന്ന് പല പല രീതിയിലും വന്ന് കളിച്ച് വളരെ സംതൃപ്തിയായിട്ട് പോകുന്നു. എത്ര പേർ കളിക്കാൻ പറ്റും? 7s ആണ് ഇവിടെ കളിക്കുന്നത്? അല്ല, 5 പേര് ഒരു ടീമിൽ 5 പേര് ഒരു ടീമിൽ 10 പേര് വെച്ചിട്ട് 5s എന്നാണ് അതിന് പറയാം. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട് കളിക്കാർക്ക്? ഇവിടെ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി വേറെ ആരും ഇതുവരെ നൽകിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ തന്നെ ആദ്യമാണ്. 2 ലോക്കർ വിത്ത് ഡ്രസ്സിങ് റൂമുകളുണ്ട് 2 ടീമിന്. ഡ്രസ്സിങ് റൂം, പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, ബാത്റൂംസ് വിത്ത് ബാത്ത് ടവൽ ആൻഡ് സോപ്സ് ആൻഡ് ഓയിൽ ഓൾ എവറിതിങ്. അതിനുള്ള സൈഡ് എഫക്റ്റ് അതൊക്കെ കൂടിയിട്ടുള്ള വളരെ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതിനൊന്നും ഒരു കോംപ്രമൈസ് നമ്മൾ വരുത്തിയിട്ടില്ല. മുമ്പ് വയലുകളിൽ കളിച്ചിരുന്നവർ തീർച്ചയായും വളരെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വയലുകൾ ഇല്ലല്ലോ, ഒക്കെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഇത് വന്നത് ഇവിടുത്തെ ചെറുപ്പക്കാർക്കും ഓൾറെഡി മധ്യവയസ്കർ വരെ ഒരു 50 വയസ്സ് വരെ ഉള്ളവർ ഇതിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എങ്ങനെയാണ് കളിക്കാർ ഇവിടേക്ക് വരുന്നത്? ഇതിന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ അവർക്ക് ഫ്രീ ആയ ടൈം അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നോക്കി അറിയാൻ പറ്റും ഏതൊക്കെ ടൈമിലാണ് ഇത് ഫ്രീ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് അതിന് ഒരു ടീം സെലക്ട് ചെയ്തിട്ട് അവരത് ക്ലിക്ക് ചെയ്യും. അവരതിൽ ആപ്പിലൂടെ തന്നെ അവർക്കത് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ വലിയ ഒരു ജിമ്മ് വരുന്നുണ്ട്, ജിമ്മ് വരുന്നുണ്ട് മുകളിലായിട്ട്. പിന്നെ ഈ ഇതിനോടനുബന്ധിച്ച് സ്റ്റീം ബാത്ത് ഉണ്ട്, പിന്നെ സ്പാ വരുന്നുണ്ട്. അങ്ങനെ കുറേ മസാജ് ചെയർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അതായത് ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു മിനി സ്റ്റേഡിയം, മിനി സ്റ്റേഡിയം ആൻഡ് മിനി ഹെൽത്ത് ക്ലബ്ബ്, അതാണ് ഇതിൻ്റെ ഒരു മിനി ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയില്ല, വെൽ ഹെൽത്താണ് നമ്മൾ കൊടുക്കുക. വെൽ ഹെൽത്ത് ക്ലബ്ബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കളി വയലുകളിൽ നിന്ന് ഈ സിന്തറ്റിക് ടർഫിലേക്ക് മാറുമ്പോഴും മലപ്പുറത്തെ ഫുട്ബോളിൻ്റെ ആവേശത്തിന് ഒട്ടും കുറവില്ല. നമുക്കൊരു മത്സരം കാണാം. മത്സരം കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ കളിയിലെ രാഷ്ട്രീയമാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ്. PK കുഞ്ഞാലിക്കുട്ടിയും VP സാനുവുമാണ് സ്ഥാനാർത്ഥികളെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിക്കാണ് നിങ്ങളുടെ വോട്ട്? ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് യുവാക്കളാണ്. ഈ വർഷത്തെ വോട്ട് ഒരു യുവാവിനായിക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യുവാക്കൾ വന്നാലാണ് കൂടുതൽ യുവാക്കൾക്ക് അനുകൂലമായിട്ടും പുതിയ തലമുറകൾക്ക് അനുകൂലമായ
വ്യവസായങ്ങളും കാര്യങ്ങളും കൊണ്ടുവരിക. അങ്ങനെ പുതിയ വ്യവസായങ്ങളും പുതിയ യുവാക്കളും വരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പി കെ കുഞ്ഞാലിക്കുട്ടിയും വി പി സാനും തമ്മിൽ ഉള്ള ഒരു ഏറ്റുമുട്ടലാണ്. ആര് ജയിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് അതിൽ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു പാരമ്പര്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കോട്ടയായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ പാരമ്പര്യത്തിനാണ് എപ്പോഴും അടിത്തറ ഉള്ളത്. യുവാക്കളാടി വന്ന് ന്യൂജൻ ട്രെൻഡിൽ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പാരമ്പര്യത്തിലൂടെയുള്ള ഒരു സംവിധാനമാണ് വിജയത്തിന് കൂടുതൽ സാധ്യത ഉള്ളത്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി ജയിക്കും എന്നുള്ളതാണ് അഭിപ്രായം. ഇന്ത്യൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വമാണ് ഇവിടെ ആവശ്യം. അതുപോലുള്ള ഒരു ഇന്ത്യനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ഇന്ത്യനെ നിലനിർത്താൻ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊരു ഭരണം അത്യന്താപേക്ഷിതമാണ്. കുഞ്ഞാലിക്കുട്ടി ജയിക്കും എന്നാണോ തോന്നുന്നത്? ഈ കുഞ്ഞാലിക്കുട്ടി ജയിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഇപ്പോഴത്തെ കാലത്ത് യുവാക്കൾ ഒരുപാട് കൂടുതൽ യുവാക്കളുടെ വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ. കൂടുതൽ യുവാക്കളുടെ വോട്ടുകളുണ്ട്. അതുകൊണ്ട് പുതിയ വോട്ടുകളെല്ലാം പി വി സാനുവിൻ്റെ കൂടെ ആയിരിക്കും. അത് തർക്കമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJP എതിർക്കുക. അതാണ് CPMൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. BJP എതിർക്കുക, മോഡി സർക്കാരിനെ താഴെ ഇറക്കുക. അതാണ് CPMൻ്റെ നയം. CPM ഇവിടെ ജയിച്ചാൽ പോലും അവിടെ പോയി കോൺഗ്രസിന് പിന്തുണ കൊടുക്കുമല്ലേ? കോൺഗ്രസിന് പിന്തുണ കൊടുക്കാറ് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുക. അത് പിന്നെ ഇതിലും കൊടുത്തിനല്ലോ. 2004 പിന്തുണ കൊടുത്തിന്. പിന്തുണ കൊടുത്തപ്പോൾ എന്താണ്, ഞങ്ങളെ നയങ്ങൾ വ്യക്തമാക്കിയിട്ടാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തത്. ആ നയത്തിന് ഇതാണ് ഇപ്പോഴത്തെ കുടുംബശ്രീ പദ്ധതികളും അങ്ങനത്തെ പദ്ധതികളൊക്കെ. അതൊന്നും UDFൻ്റെ പ്രകടന പത്രികയിലില്ല. ഇനി കോൺഗ്രസിനെ പിന്താങ്ങിയിട്ട് കോൺഗ്രസ് ഇന്ന് പിന്നെ ജയിച്ചാൽ നാളെ BJP ആണ്. അവളെ റിസോർട്ടുകളിലും അവിടെയും കൊണ്ടുപോയി താമസിപ്പിക്കണം. അതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ഒരാളാണെങ്കിലും എന്നും അത് കരുത്തരായിട്ട് നിൽക്കും. ഈ മലപ്പുറത്തെ ഇപ്പോഴത്തെ MP കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? കുഞ്ഞാലിക്കുട്ടി ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. കാരണം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി വരുമ്പോൾ അതിന് എന്തൊക്കെയാണ് ഇപ്പോൾ അടിത്തട്ടിൽ നിന്ന് വേണം നമ്മൾ വികസനം തുടങ്ങണമെങ്കിൽ. ഇതുവരെയുള്ള വികസനങ്ങൾ നമ്മൾ വികസനമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിത്തട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു VP സാനിനെ പോലുള്ള ഒരു യുവ ജനപ്രതിനിധി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. യുവാക്കളുടെ വോട്ട് ഏറെക്കുറെയൊക്കെ VP സാനിന് പോകാൻ സാധ്യതയുണ്ട്. യുവാക്കളുടെയൊക്കെ പിന്തുണ VP സാനിനാണെന്ന് തോന്നുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ജയസാധ്യതയെ ബാധിക്കുമോ? രാജ്യം യുവാക്കൾക്കുള്ള സാധ്യതയല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. രാജ്യത്തെ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് പകരം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്തുന്നതിന് പകരം പുതിയ ഒരു സംവിധാനത്തിലേക്ക് രാജ്യം പോവുകയാണ്. ഏകാധിപത്യത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി രാജ്യത്തിന് മതേതരത്വം സമ്മാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം രാജ്യത്ത് നിലനിൽക്കണം എന്നാണ് രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാഹചര്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രദേശം, കാലാകാലങ്ങളിലും ഈ മതേതര സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം. ഇവിടെ യുവാക്കൾക്കോ അല്ലെങ്കിൽ വാർദ്ധക്യമുള്ള ആളുകൾക്കോ എന്നതല്ല കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് പ്രധാനം. ഇവിടെ BJPക്ക് ബദലായി ഒരു സംവിധാനം കൊണ്ടുവരണമെങ്കിൽ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ സംവിധാനം രാജ്യത്തില്ല. പാർലമെന്റിൽ മുത്തലാഖ് ബില്ലിന്റെ ചർച്ചാവേളയിൽ കുഞ്ഞാലിക്കുട്ടി വിട്ടുനിന്നത് അത് എതിർ പാർട്ടികൾ ഈ പ്രചരണ വിഷയമായി ഉപയോഗിക്കാൻ സാധ്യതയില്ല. അത് ഇദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഒരു നിലക്കും കുഞ്ഞാലി സാഹിബുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ബാധിക്കുന്ന വിഷയം അതിലില്ല. കാര്യമെന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുത്തലാഖ് ബില്ലിനെതിരാണ്. അദ്ദേഹം ആ സമയത്ത് സാങ്കേതികമായ കാരണങ്ങളാൽ വിവിധ ആളുകൾക്ക് പാർലമെന്റിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ സംവിധാനവും മുത്തലാഖ് ബില്ലിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു വിഷയമില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഈ മുത്തലാഖ് ബില്ലിൻ്റെ കൂടെ നിൽക്കുന്നവരെയാണ് പിന്നെ നമ്മൾ എങ്ങോട്ട് പറഞ്ഞേക്കേണ്ടത്? പാർലമെന്റിലേക്ക് അയക്കേണ്ടത് അവരെയല്ല, മുത്തലാഖ് ബില്ലിനെ എതിർക്കുന്നവരെയാണ്. മുത്തലാഖ് ബില്ലിനെ ആരെതിർക്കുന്നു എന്നതാണ് ഒരു വിഷയം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് രാജ്യത്തെ ഏക സിവിൽ കോഡിലേക്ക് നയിക്കുന്നവരുടെ കൂടെയല്ല രാജ്യം നിൽക്കേണ്ടത്, രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ്. മുത്തലാഖ് ബില്ലായാലും മറ്റു വിഷയങ്ങളായാലും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ജനാധിപത്യത്തിൻ്റെ കൂടെയാണ്, മതേതരത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അതൊരു വിഷയമേ അല്ല എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും എന്തായാലും മലപ്പുറത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇരു പാർട്ടിക്കാർക്കും ഇവിടെ പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ട്. ഇനി എന്തായാലും ഒരു ഫൺ ഗെയിം കാണാം. ഇനി രാഷ്ട്രീയ കളിയിൽ ഒരു ഫൺ ഗെയിമാണ്. LDFനും UDFനും വേണ്ടി പെനാൽറ്റി കിക്ക് മത്സരമാണ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ടീം, ഈ മഞ്ഞ ജേഴ്സിയിലുള്ള ടീം LDFൻ്റേതാണ്, വയലറ്റ് ജേഴ്സിയിലുള്ള ടീം UDFൻ്റേതാണ്. നമുക്ക് എന്തായാലും ഫൺ ഗെയിമിലേക്ക് പോകാം. ആദ്യം കിക്ക് എടുക്കാൻ വരുന്ന ആരാണെന്നുള്ളത് ഇപ്പോൾ ടോസിലൂടെ നിർണ്ണയിക്കും. ടോസ് ഹെഡ്സ് ആണ്. അപ്പോൾ LDFനാണ് ആദ്യത്തെ കിക്ക് എടുക്കാനുള്ള അവസരം.
ആദ്യത്തെ പെനാൽറ്റി കിക്ക് എടുക്കാൻ വരുന്നത് LDF ടീമാണ്. ഇവിടെ സിന്തറ്റിക് ടർഫിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ പെനാൽറ്റി കിക്ക് എടുക്കുമ്പോൾ റണ്ണിങ് ഇല്ല. ഒരു കാൽ ഈ പന്തിന് സമാന്തരമായി ഉറപ്പിച്ച ശേഷമാണ് കിക്ക് എടുക്കുന്നത്. റണ്ണിങ് ഉണ്ടായിരിക്കുന്നതല്ല. എന്തായാലും ആദ്യത്തെ കിക്ക് എടുക്കാം. ഗോൾ. LDF ആദ്യത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. ഇനി അടുത്തതായി UDFിനെ പിന്തുണച്ചുകൊണ്ട് ഗോൾ പെനാൽറ്റി കിക്ക് എടുക്കാൻ വരുന്നു. UDFിന്റെ കിക്കും എന്തായാലും ഗോളായി അവസാനിച്ചിരിക്കുന്നു. LDFിന്റെ രണ്ടാമത്തെ കിക്ക്. LDFിന്റെ രണ്ടാമത്തെ കിക്കും ഗോളായിട്ടുണ്ട്. ഇത് വളരെ അടുത്ത് ആണ് ഗോൾ പോസ്റ്റും ബോളും നിൽക്കുന്നത്. കാരണം സിന്തറ്റിക്കിൽ ഇത്രയും ദൂരത്തിലാണ് പെനാൽറ്റി അടിക്കുന്നത്. എന്തായാലും UDFിന്റെ രണ്ടാമത്തെ കിക്ക്. അത് പെനാൽറ്റി ആയില്ല. UDFിന്റെ രണ്ടാമത്തെ കിക്ക് പുറത്തേക്ക് പോയിരിക്കുന്നു. ഗോൾ പോസ്റ്റിൽ ഇടിച്ച് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇനിയും LDFിന്റെ മൂന്നാമത്തെ പെനാൽറ്റി കിക്കാണ് നടക്കുന്നത്. മൂന്നാമത്തെ കിക്ക് അതും ഗോളായിരിക്കുന്നു. LDFിന്റെ 3 കിക്കും ഗോളിലേക്ക് പോയിരിക്കുന്നു. ഇനി UDFിന്റെ മൂന്നാമത്തെ കിക്കാണ്. കഴിഞ്ഞ തവണ അടിച്ച അവസരം അത് ഗോൾ പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയിരിക്കുന്നു. UDFിന്റെ മൂന്നാമത്തെ കിക്ക്. UDFിന്റെ മൂന്നാമത്തെ കിക്ക് ഗോളായിട്ടുണ്ട്. ഇനി LDFിന്റെ നാലാമത്തെ കിക്ക്. LDFിന്റെ നാലാമത്തെ കിക്ക് തടുത്തിരിക്കുന്നു. LDFിന്റെ അഞ്ചാമത്തെ കിക്ക്. LDFിന്റെ അവസാനത്തെ കിക്കാണ്. ഇപ്പോൾ LDFും UDFും തമ്മിൽ നടന്ന മത്സരം ഈ ഫുട്ബോൾ പെനാൽറ്റി കിക്ക് ഇപ്പോൾ സമനിലയിലാണ് വന്നിരിക്കുന്നത്. എന്നാലും നമ്മൾ ടൈ ബ്രേക്കറിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം ഒരിക്കലും സമനിലയാകില്ല എന്ന ഉറപ്പാണ്. അത് എത്ര കടുത്ത മത്സരമായാലും സമനിലയാകില്ല എന്ന ഉറപ്പാണ്. ആ മത്സരത്തിൻ്റെ റിസൾട്ട് അറിയാൻ മെയ് 23 വരെ കാത്തിരിക്കണം. രാഷ്ട്രീയ കളി ഇനി മറ്റൊരിടത്തേക്ക്. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും.